ഹേയ് ഗെയ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ല അടിപൊളി ഒരു ലഡുവാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം ഇത് എന്തുകൊണ്ടാണ് തയ്യാറാക്കുന്നതെന്നറിയോ? നമ്മൾ നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ വെറുതെ കളയുന്ന ഒരു സാധനമാണ് പപ്പായ. അപ്പം പപ്പായയും കൊണ്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ഈ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം റെഡ് ലേഡിയുടെ വേറൊരു ഇനമാണിത്. അപ്പം ഈ പപ്പായ നല്ല പഴുത്തൊരെണ്ണം ഉണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് നന്നായിട്ട് ചെത്തി എടുക്കാവേ. അത്യാവശ്യം നല്ല മധുരമുള്ള പപ്പായയാണ് കേട്ടോ. സത്യം പറയാമല്ലോ, ഞാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഈ പപ്പായ കഴിക്കാനായിട്ട് ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഇത്രയും പഴുത്ത പപ്പായ കഴിക്കാനായിട്ട് ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനെ കറുമുറാന്നിരിക്കുന്നത് കഴിക്കാനാണെങ്കിൽ ഇഷ്ടമാണ്. അന്നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോഴാണ് ഓർത്തത് ലഡു ഉണ്ടാക്കിയേക്കാവുന്ന. അതുമല്ല, ഇടയ്ക്ക് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞായിരുന്നു ഈ പപ്പായയും കൊണ്ട് ലഡു ഉണ്ടാക്കണം, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞ്. അന്നേരം ഞാൻ ഓർത്ത് എന്നാൽ അന്ന് അമ്മയും കൂടെ പറഞ്ഞായിരുന്നല്ലോ, എന്നാൽ പിന്നെ ലഡു ഉണ്ടാക്കി നോക്കിയേക്കാമെന്നും പറഞ്ഞ് ലഡു ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഐറ്റമാണ്. അപ്പം ഈ പപ്പായയുടെ തൊലിയൊക്കെ നന്നായിട്ട് ചെത്തി കളഞ്ഞിട്ടുണ്ട്. ഇനി നടുവേ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പഴുത്തതായിരുന്നു. ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കുറച്ച് കുരുവേ ഉള്ളൂ കേട്ടോ. സാധാ കപ്പളങ്ങയെ അപേക്ഷിച്ച് ഒരുപാട് കുരു ഒന്നും ഇല്ല നമ്മുടെ ഈ പപ്പായക്കകത്ത്. കപ്പളങ്ങാന്നും ഇടുക്കിയിൽ പറയും. കപ്പളങ്ങ, പപ്പായ, ഓമയ്ക്ക എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതാ ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞ് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതൊന്ന് ചെറിയ പീസുകളാക്കി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയ കഷ്ണങ്ങളൊക്കെ കിടക്കുമല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത്. കളറ് കണ്ടോ? കളറ് തന്നെ നല്ല കളറാണ് കേട്ടോ ഈ പപ്പായയ്ക്ക്. കുറച്ചുകൂടെ പഴുക്കുവാണെങ്കിൽ ഇതിലും കളർ ഇരട്ടിയായിരിക്കും. നല്ല മധുരമാണ് കേട്ടോ. അപ്പോൾ അതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പപ്പായയുടെ പീസുകളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം തന്നെ കളറാണ്. ഞാൻ ഫിൽറ്റർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒറിജിനൽ കളറാണ് ഈ പപ്പായയുടെ. അപ്പോൾ അതാ പപ്പായയൊക്കെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് അവലാണ് കേട്ടോ. അവല് വറുത്ത അവലാണെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഞാനിവിടെ വറക്കാത്ത അവലാണ് എടുത്തേക്കുന്നത്. അപ്പം ഈ പാത്രത്തിന് ഒരു 1/2 കപ്പോളം അവലിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പായയുടെ അളവൊക്കെ അനുസരിച്ച് അവല് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അവലാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതാ ഒരു പാൻ ഇവിടെ ചൂടായിട്ടിരിപ്പുണ്ട്. അവൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവേ. ഈ അവൽ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് കയ്യിലെടുത്ത് കഴിയുമ്പോൾ നമ്മൾ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു വരണം നന്നായിട്ട്. ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാവേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നേക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ അത് അവലൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരു 4 ഏലക്ക ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക ആയിട്ടില്ലെങ്കിൽ ഏലക്ക പൊടിച്ചുണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതിയേ. അപ്പം നമ്മൾ ഈ അവൽ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക്, ഒരുപാടല്ല എന്നാലും അതൊന്ന് പൊടിഞ്ഞു വരുന്ന ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഏലക്ക പൊടി ചേർക്കാത്ത ഏലക്ക ആയിട്ട് മുഴുവനോടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നത്. ഏതായാലും പൊടിക്കാനുള്ളതല്ലേ, അതുകൊണ്ട്. അപ്പം പൊടി മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് പൊടി മാത്രം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ അവലിവിടെ നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവേ. എന്നിട്ട് ഇതാ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ അവലിനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ അവല് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. ഇനി ഇതിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവലൊക്കെ ഇവിടെ മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവലിതാ നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മളിത് മൊത്തം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഈ അവലൊക്കെ വീട്ടിലുണ്ടായിട്ട് ഒന്നിനും ഉപകരിക്കാതെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കാനായിട്ട് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ അരി അരയ്ക്കുമ്പോൾ അതിലും അവലിട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം ചെയ്യാവേ. അപ്പം ഉണ്ടാക്കുമ്പം അവലിട്ട് അരയ്ക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ അതാ ഞാനിവരൊരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് 1 കപ്പ് ശർക്കരപ്പാനിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനാവശ്യമായ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പപ്പായയുടെ മധുരമൊക്കെ അനുസരിച്ച് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ പപ്പായയ്ക്ക് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ 1 കപ്പ് അളവിൽ ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര ഉരുക്കി അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആണ് ഉരുക്കിയെടുത്തത്. ഒരു പകുതി ശർക്കര ഉണ്ടായിരുന്നേ. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതൊന്ന് കുറുക്കിയെടുത്തിട്ട് അരിച്ചെടുത്തതാണിത്. അപ്പോൾ ഇതാണ് ശർക്കരപ്പാനി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 കപ്പ് തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ലഡുവാണ്. ഇനി കുട്ടികളൊക്കെ വെക്കേഷൻ ടൈം ആയില്ലേ, അപ്പം ഈ സമയത്ത് കുട്ടികൾക്കൊക്കെ എന്നും ഓരോ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കണം നമ്മൾ. ഓരോ ദിവസം ഓരോന്ന് എന്തുണ്ടാക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുമ്പോൾ നമുക്ക് കടയിൽ നിന്നൊന്നും മേടിക്കണ്ടല്ലോ. പപ്പായയൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെയും വീട്ടിൽ കാണും പപ്പായ. അപ്പം ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാനായിട്ട് മറന്നേക്കരുത്. അപ്പം തേങ്ങയിലെ വെള്ളവും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായക്കൂട്ടനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവേ. കണ്ടോ, നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ടല്ലേ, അടിപൊളിയാണ്. ഫുഡ് കളർ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, പപ്പായയുടെ ഒറിജിനൽ കളർ തന്നെയാണിത്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ലഡുവാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത്. വ്യൂസൊക്കെ കൂടുന്നുണ്ട്, പക്ഷെ ആരും തന്നെ അങ്ങനെ കമൻറ്റ് ചെയ്യുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇഷ്ടപ്പെടുന്നില്ല, എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് കമൻറ്റിലൂടെ എന്നെ അറിയിക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് എനിക്ക് പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെയിലി വീഡിയോസ് ഇടാനൊക്കെ തോന്നത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇതൊക്കെ ഒന്ന് അതിൻ്റെ പപ്പായക്കകത്തെയും അതുപോലെ തന്നെ തേങ്ങയ്ക്കകത്തെയൊക്കെ വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന അവലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു ശകലം അവൽ ഞാൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. അത് എന്തിനാന്ന് ഞാൻ അവസാനം പറയാം കേട്ടോ. അപ്പോൾ നമ്മുടെ അവലും തേങ്ങയും ശർക്കരപ്പാനിയും പിന്നെ പപ്പായയും എല്ലാം കൂടി അങ്ങോട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇത് നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കാര്യവുമില്ല, ഇതൊന്ന് തണുത്ത് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ച് ക്യാഷ്യൂവും കുറച്ച് കിസ്മിസുമാണ്. ഇത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതായേ ഉള്ളൂ. ഇനി നമുക്ക് ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഞാനിതിൽ ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നെയ്യാണ് കേട്ടോ. നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാൻ നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തതിൻ്റെ വീഡിയോ സേവ് ആയില്ല, അതുകൊണ്ടാണ് കേട്ടോ അതില്ലാത്തത്. അപ്പം ഞാൻ ഒരു 2 സ്പൂണോളം നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ ലഡുവിൻ്റെ ഈ മിക്സ് ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഞാൻ അവലിൻ്റെ ഒരു ശകലം പൊടിച്ചതെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാനായിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നെങ്കിൽ കൊടുത്താൽ മാത്രം മതി. എനിക്കങ്ങനെ ചെയ്ത് കൊടുക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്നിങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ക്യാഷ്യൂ ഒക്കെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ലുക്കായിരിക്കും, എന്നാലും ടേസ്റ്റിൽ പിന്നോട്ടൊന്നും അല്ല, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത് പപ്പായയും കൊണ്ടുള്ള ലഡുവാന്ന് ആര് കണ്ടാലും പറയുകയില്ല കേട്ടോ. ആര് കഴിച്ച് നോക്കിയാലും അമ്മാതിരി ടേസ്റ്റാണ്.
അടിപൊളി ടേസ്റ്റാണ്. ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ലാത്ത ഒരു സൈസ് ലഡുവാണ് കേട്ടോ ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്നും മറന്നേക്കരുത്. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് കേട്ടോ. പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പപ്പായ ലഡുവിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത്. കുട്ടികൾക്കൊക്കെ ഈ വെക്കേഷൻ ടൈമിൽ ഉണ്ടാക്കി കൊടുക്കണം എല്ലാവരും. അപ്പം ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത ദിവസം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.